ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടനവധി സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 19 തിയേറ്ററെടുത്ത് മികച്ച അഭിപ്രായം നേടുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആട് 3യുടെ 13-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ജയസൂര്യ, സൈജു കുറുപ്പ്, സണ്ണി വെയിൻ, വിനായകൻ, ധർമ്മജൻ ബോൾഗാട്ടി, വിജയ് ബാബു എന്നിവരുടെ താരതരവുമായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 11-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 1,15,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 45,18,00,000 രൂപയാണ്. കർണാടകയിൽ 3,52,00,000, തമിഴ്നാട്ടിൽ 1,01,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 33 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,35,00,000 എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് 12 ദിവസം കൊണ്ട് 51,39,00,000 രൂപയാണ് ആട് 3 സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $6.49 മില്യൺ, $61,40,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ വരെയുള്ള 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി $112,79,00,000 രൂപയാണ് ആട് 3 സ്വന്തമാക്കിയിട്ടുള്ളത്. 12 ദിവസത്തെ കേരള ഷെയറായി ഈ സിനിമയ്ക്ക് $20,75,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിരിക്കുന്നത് $51,60,00,000 രൂപയുമാണ്. 60-65 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ മൊത്തം ബഡ്ജറ്റിന്റെ 86% വരെ ഷെയറായി നേടിയെടുത്തിട്ടുണ്ട്. ഇനി 13-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമ $1,20,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ $46,40,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 13 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 114-115 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 26 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ. ഈ സിനിമ 5-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 38,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 3,90,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 5,30,00,000, 5,50,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർച്ച് 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. നവാഗതനായ ജിത്തു സതീശൻ മംഗലത്ത് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, സെന്തിൽ കൃഷ്ണ, അസീം ജമാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,45,000 രൂപയാണ് കളക്ട് ചെയ്തത്. 25 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 5,11,00,000 രൂപയാണ്. സിനിമയുടെ 25 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,65,00,000 റേഞ്ചിലുമാണ്. മാർച്ച് 27 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡെർബി. സാഗർ സൂര്യ, അല്ലമീൻ, ആദം സാബിക്ക്, ജുനൈസ് വി പി, ജോണി ആന്റണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ സജിൽ മമ്പാടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ 4-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 15 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരള കളക്ഷനായി 4 ദിവസം കൊണ്ട് 71 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 2-ാം വാരത്തോടെ ഈ സിനിമ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെടും എന്ന റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ തമിഴ് റൊമാന്റിക് എന്റർടൈനർ സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ്, അനുഷ്മ അനിൽകുമാർ, ദേവദർശിനി, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് കേരളത്തിൽ 1,15,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 12 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 38,87,00,000 രൂപയാണ്. ഇന്ത്യൻ കളക്ഷനായി 43,81,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 10,23,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 12 ദിവസം കൊണ്ട് 54,04,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കന്നഡ സിനിമയായ ലവ് മോക്ടെയിൽ 3യും തിയേറ്ററിലെത്തിയത് മാർച്ച് 19 തന്നെയാണ്. ഡാർലിംഗ് കൃഷ്ണ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഡാർലിംഗ് കൃഷ്ണ, മിലാന നാഗരാജ്, സംവൃത, റേച്ചൽ ഡേവിഡ്, അമൃത അയ്യങ്കാർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. സിനിമ 12 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 13,34,00,000 രൂപയാണ്. ഇതിൽ 12,77,00,000 രൂപയും നേടിയെടുത്തത് കർണാടകയിൽ നിന്ന് തന്നെയാണ്. വിദേശത്ത് നിന്ന് 92 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ലോകമെമ്പാടുമായി 14,26,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 19 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. ചിത്രം 12 ദിവസം കൊണ്ട് കേരളത്തിൽ 15,91,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 12 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1,394,20,00,000 രൂപയുമാണ്. 13-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 16,35,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 കോടി റേഞ്ചിലാണ്. അങ്ങനെ 1,430 കോടി റേഞ്ചിലാണ് ആദ്യ 13 ദിവസം കൊണ്ട് ദുരന്തർ 2 എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.